നമസ്കാരം ഗൈസ്, കേരള ടു കാശ്മീർ യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. 5:30 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പോണ റൂട്ടിലാണ് ഇപ്പം നിൽക്കണത്. ഇനി ഇവിടെ നിന്ന് ഫുഡ് അടിക്കണം. കുറച്ച് ഫുഡ് അടിച്ചിട്ട് വേണം ഇനി തൃശ്ശൂർ പാലക്കാട് ആ സൈഡിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നമുക്കിനി എന്തായാലും ഫസ്റ്റ് ഫുഡ് അടിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് വരണത്. നമ്മൾ ഈ ഒരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിന് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം ഇത് ചുമന്നുകൊണ്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പോകെ ശരിയാവുമെന്ന് വിചാരിക്കണം. പിന്നെ ഇപ്പം നിൽക്കണത് നമ്മ ഒരു പാലമൊക്കെ പണിയുന്ന സ്ഥലത്താണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഇപ്പോൾ കാണിച്ചതിനടുത്ത് ഗുരുവായൂർ പോകുന്ന റൂട്ടാണത്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ട്. നമ്മ ട്രിപ്പിന് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് അടിക്കാൻ നിന്നിട്ട് ഒറ്റ ലിഫ്റ്റ് പോലും കിട്ടണില്ല. അങ്ങനെ ബസ്സിന് കയറിയാണ് പോകുന്നത്. ബസ്സിന് കയറിയിട്ടാണെങ്കിൽ ഛർദ്ദിക്കാനൊക്കെ ഉണ്ട്. ബസ്സിൽ കയറിയാലും നമ്മൾ ട്രാവൽ ചെയ്യാറില്ല. ബസ്സും കാറും ഇതൊക്കെ പ്രശ്നമാണ്. എന്താവെന്നറിയാൻ പാടില്ല. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഹോട്ടലാണ് വെള്ളയപ്പം സ്റ്റീൽ. കഴിഞ്ഞിട്ടാണ് നമ്മിപ്പോൾ നിൽക്കണ പാലക്കാടാണ്. പാലക്കാട് എത്തിയിട്ടാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഇപ്പം എത്തിയുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒരു നിസ്സാര കിലോമീറ്ററുള്ളിൽ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെയാണെങ്കിൽ നല്ല ചൂടുണ്ട്. ഇവിടെ ഇതുവരെയായിട്ട് നമ്മൾ ലിഫ്റ്റ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ നമ്മൾ മറ്റേ ബസ് കയറിയൊക്കെയാണ് വന്നേക്കണത്. ഇവിടെയാണ് നമ്മൾ എത്തിക്കണം. ഇവിടെ അവിടെ ഒരു പള്ളിയും ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. വെയിലുണ്ടാ വന്ന വഴി വരുന്നില്ല. അവിടെ ബസ്സിൽ നിന്നിട്ട് ഉരിക്കണ പോലത്തെ അവസ്ഥയായിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ഏതോ പാലക്കാടിൻ്റെ ഏതോ ഒരു വഴി കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടല്ലോ ഒരു അടിപൊളി സാധനം ഞാൻ കാണിച്ചു തരാട്ടാ. എനിക്ക് കാണാൻ പറ്റണ്ടെന്നറിയാൻ പാടില്ല. മല കണ്ട ചെറുതായിട്ട് കണ്ടു തുടങ്ങി. ഞാൻ വന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അത് കാരണം കാണാൻ പറ്റില്ല വിചാരിച്ചു. ഇത് ലൈറ്റായിട്ട് നല്ല വലിയ മല കേട്ടാ. എൻ്റെ അടിയിലൂടെ നിറച്ച് പോവും. ആമ്പലിൻ്റെ പോകാൻ തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഏതോ ഒരു വഴി കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നല്ല വെയിലും ഉണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൈവേ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. കേരള ടു കാശ്മീർ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൊരു സാധനം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് നമ്മൊന്ന് സെറ്റ് ചെയ്തത്. ഈ ബോർഡ് നമ്മൾ ഇതുവരെയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എടുത്ത് വെച്ചത്. ഇപ്പം നമ്മൾ നിൽക്കണ ഒരു ഹൈവേയിലാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ആ ഭാഗത്തോട്ടൊരു കോയമ്പത്തൂർ ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകാൻ പോണത്. പിന്നെ നമ്മൾ രാവിലെ തൊട്ട് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടല്ലോ. ഇതുവരെയായിട്ടും ആകെ ഒരു വണ്ടിക്കാണ് നമുക്ക് ലിഫ്റ്റ് കിട്ടിയത്. ബാക്കിയെല്ലാം നമ്മൾ ബസ്സിലാണ് പോന്നേക്കുന്നത്. ലിഫ്റ്റ് അടിക്കൽ കുറച്ച് പാട് പിടിച്ച വണ്ടിയാണ്. നല്ല വണ്ടി കിട്ടിയാൽ ഭാഗ്യം. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈവേ. ഈ പാലക്കാട്ടുള്ള ആൾക്കാർ ലൂണ സ്കൂട്ടറില്ലേ, അത് കുറേ ഉപയോഗിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടം പോലെ ഇപ്പോൾ ഇവിടെ കാണണം പുത്തൻ സാധനമൊക്കെ. ഈ ഹൈവേയിൽ നിന്ന് നമുക്ക് വല്ല ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കണം. വല്ല ലോറിക്കാരും ചവിട്ടി. ഇപ്പം നമ്മൾ പോണ വഴിയിട്ട് കണ്ട ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളി എന്നെ പോലെ തന്നെ ഇച്ചയ്ക്ക് ഇതൊക്കെ പോയിട്ടുള്ള ഒരു പുള്ളിയാണ്. പേര് അനു എന്നാണ് പേര്. അപ്പോൾ പുള്ളിയും ഇതേപോലെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചും പിന്നെ ബസ് കയറി ഇങ്ങനെയൊക്കെയാണ് തന്നെ പോയേക്കണത്. അപ്പോൾ കുറച്ച് പുള്ളിക്കാരുടെ നിന്ന് കുറച്ച് അനുഭവമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ കാണാം എന്തായാലും. ഓക്കെ, പുള്ളി അങ്ങോട്ട് പോയിട്ടാ. പുള്ളി എനിക്ക് ചായയൊക്കെ മേടിച്ചത്. എന്നെപ്പോലെ തന്നെ ഇച്ചയ്ക്ക് ചെയ്തിട്ടും പിന്നെ ഇതേപോലെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചും നടന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളിയും പോയിട്ടുള്ളത്. ഒരു 2 വർഷത്തിന് മുമ്പാണെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്കൊരു ധൈര്യം. പിന്നെ 2-3 പേരുടെ നമ്പറും കൂടിയൊക്കെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. പുള്ളി ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ കുറച്ചും കൂടി ഉള്ളൂ. ഞങ്ങോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തും. പിന്നെ അവിടെ ചെന്നിട്ട് സ്റ്റേ അടിക്കാനായിട്ടാണ് പ്ലാൻ. എന്താണെന്ന് നോക്കണം. ഫുഡ് അടിക്കണം. നല്ലൊരു സ്ഥലം നോക്കി സ്റ്റേ അടിക്കണം. കുറേ നേരമായിട്ട് ഈ സമയം നിൽക്കണം. വാളയാർ പോലും എത്തിയിട്ടില്ല. ലിഫ്റ്റ് കിട്ടൽ ചടങ്ങാണ്. ഇനി ഒരു സ്ഥലം നോക്കിയിട്ട് ടെൻറ്റ് അടിക്കണം. മെയിൻ പ്രശ്നം എന്നുള്ളതേ മഴക്കാര് നല്ലോണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ
മഴ പെയ്ത് കഴിഞ്ഞാൽ ചടങ്ങാവും. അതാണ് ഒരു സീനുള്ളത് ഇപ്പം. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ബാക്കി നമ്മുടെ അടുത്ത വീഡിയോ